വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ 12/3/2025 ഇപ്പം 2025 നമ്മുടെ രാജ്യസഭയിലെ ഒരു ചോദ്യത്തിന് വന്നിരിക്കുന്ന ആൻസർ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, രാജ്യസഭ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 1491. ഓക്കെ, അതിന്റെ ആൻസർ നൽകിയിരിക്കുന്നത് 12/3/2025. വേക്കൻസീസ് ഇൻ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റ് ഇൻ KVS എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. 1490 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ശ്രീ രാംജി ലാൽ സുമൻ എന്ന് പറയുന്ന MP ആണ് ചോദിച്ചിരിക്കുന്നത്. Will the Minister of Education be pleased to state the details of sanctioned working and vacant teaching and non-teaching post in കേന്ദ്രീയ വിദ്യാലയ ഫെബ്രുവരി 2025 വരെ എത്ര നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് വേക്കൻസീസ് ഉണ്ട്, ഇനി എത്രത്തോളം ആൾക്കാർ ഈ കേന്ദ്രീയ വിദ്യാലയത്തിൽ കോൺട്രാക്ച്വൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ ദ ഡീറ്റെയിൽസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് പെർമനന്റ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അണ്ടർ KVS 2021-22 ഫെബ്രുവരി 2025 സെപ്പറേറ്റ്ലി. അതായത് 2021-22 നടന്ന എക്സാമിൽ എത്രത്തോളം പേരെ അപ്പോയിന്റ്മെന്റ് ചെയ്തു ഇയർ വൈസ് ആയിട്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ദ വേക്കന്റ് പോസ്റ്റ് ഓഫ് റിസർവ്ഡ് കാറ്റഗറീസ് ആസ് ഓൺ ഡേറ്റ്, അതായത് ഈ 2000 ബാക്കിയുള്ള എത്രത്തോളം റിസർവേഷൻ പോസ്റ്റ് എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള 1, 2, 3, 4 ചോദ്യങ്ങൾ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ നൽകിയിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ജയന്ത് ചൗധരി ഒരു എന്താ പറയുക, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പിന്റെ മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം അതിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ക്വസ്റ്റ്യൻസിന്. ഫില്ലിംഗ് അപ്പ് ഓഫ് വാക്കൻസി ഇൻ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് എഫേർട്സ് ആർ മെയ്ഡ് ടു fill up the vacancies as per the provisions of relevant recruitment rules. Teachers are also engaged on contractual basis for temporary duration by Kendriya Vidyalaya Sanghadan to ensure that the teaching learning process is not hampered. As per information received from KVS, the details of sanction in position and the vacant post of teaching and non-teaching staff in KVS across the country as on 31/12/2024 are under, അതായത് 31/12/2024 വരെയുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിലവിലുള്ള സ്റ്റാറ്റസ് അനുസരിച്ചുകൊണ്ട് ടീച്ചിങ് പോസ്റ്റുകൾ എന്ന് പറയുന്നത് 50,456 പേരാണ് വേണ്ടത്. അതിൽ ഇൻ പൊസിഷനിൽ നിലവിൽ നിയമിച്ചിരിക്കുന്നത് 43,042 പേരെയാണ്. നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് 7,414 ആണ്. നിലവിൽ 2024 എന്ന് വരെ 31/12/2024 വരെ. അതിൽ നോൺ ടീച്ചിങ് 6,354 ആണ്. നിലവിൽ നിയമിച്ചിരിക്കുന്നത് 4,791. നിലവിലുള്ള വേക്കന്റ് എന്ന് പറയുന്നത് 1,563. അങ്ങനെ ടോട്ടൽ 56,810 പേരാണ് സാങ്ഷൻഡ് പോസ്റ്റ് KVS നിലവിലുള്ളത്. അതിൽ ഇൻ പൊസിഷനിലേക്കുള്ളത്, അതായത് നിയമിച്ചിരിക്കുന്നത് 47,833. നിലവിലുള്ള ഒഴിവുകൾ എന്ന് പറയുന്നത് 8,977. ഓക്കെ, അപ്പൊ ഇത്രയും വേക്കൻസികൾ 8,977. ഓക്കെ, അതില് ടീച്ചിങ് 7,414, നോൺ ടീച്ചിങ് 1,563 ആസ് ഓൺ. അപ്പം അതിൽ കോൺട്രാക്ച്വലിന്റെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ട് 6,920 പേര് കോൺട്രാക്ച്വൽ ആയിട്ട് അക്രോസ് ദ കൺട്രി, നമ്മുടെ രാജ്യം മുഴുവനായിട്ട് കേന്ദ്രീയ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തം 8,977 വേക്കൻസി ഉണ്ട് എന്നുള്ളത് നമ്മൾ RT എടുക്കേണ്ട, RTയിൽ നിന്ന് കിട്ടുന്ന വിവരം തന്നെയാണ് ഈ ഇതിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക പഠിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ എക്സാം പഠിക്കേണ്ടതിന്റെ ഗുണവും അല്ലെങ്കിൽ അതിന്റെ പ്രൊവിഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ആസ് പെർ ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം KVS ഡ്യൂ ടു COVID-19 പാൻഡമിക്, നോ റിക്രൂട്ട്മെന്റ് ഹാസ് ബീൻ മെയ്ഡ് ഇയർ 2021-22 നടന്നിട്ടില്ല. ഓക്കെ, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് 12,867 പോസ്റ്റ്, അതിൽ 11,730 ടീച്ചിങ് ആൻഡ് 1,030 ടീച്ചിങ് ഇഷ്യൂഡ് ത്രൂ ദ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഡ്യൂറിംഗ് ദ ഇയർ 2023-24. അതായത് 2023-24 12,867 പോസ്റ്റ് നിലവിൽ വന്നു. അതിൽ 11,733 ടീച്ചിങ്ങും 1,124 നോൺ ടീച്ചിങ് വേർ ഇഷ്യൂഡ് ത്രൂ ദ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഡ്യൂറിംഗ് ദ ഇയർ 2020. Vacancies for teaching and non-teaching posts are reserved as per the Government of India instruction guideline for the reservation. ഇത്
ആ പോസ്റ്റുകൾ നൽകിയിരിക്കുന്നത് അതിൽ റിസർവ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, ആ റിസർവേഷൻ അനുസരിച്ച് കൊടുത്തിരിക്കുന്നു എന്നും പറയുന്നു. അപ്പൊ നിലവില് ഇതാണ് നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത്, അതായത് സാങ്ഷൻ ചെയ്തിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള വേക്കൻസിയാണ് അതിനുശേഷമുള്ള വേക്കൻസികളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ RRB റിപ്പോർട്ട് ചെയ്ത് മുമ്പുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിലവിലുള്ള ചിത്രം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്, എത്രത്തോളം പഠിക്കണം, എത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് KVS പഠിക്കണം എന്നുള്ളതിന്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വെറുതെ ഉള്ള കാര്യങ്ങളൊന്നും പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഫസ്റ്റ് വീക്കോടുകൂടി, ഏപ്രിൽ ഫസ്റ്റ് വീക്കോടുകൂടി നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം വരും. ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, പഠിച്ച് തുടങ്ങുക. അപ്പൊ KVS അഡ്മിഷനും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ 7736750473 എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ കോളിലൂടെ വിളിക്കുക. കോൾ വിളിക്കാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, അതിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ RRB അഡ്മിഷൻ എടുക്കാനുള്ളവർ, RRB ടീച്ചറിന്റെ അഡ്മിഷൻ എടുക്കാനുള്ളവർ, അതിന്റെ ഫീസ് 599 ആണ്. അതുപോലെ NS HSA നാച്ചുറൽ സയൻസിന്റെ ബാച്ച്, ജനറൽ ബാച്ച്, HSAയുടെ ജനറൽ ബാച്ച്, LP UP ലോങ് ടേം, ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാം, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ലൈവ് പ്ലസ് റെക്കോർഡ് പ്ലസ് PDF നോട്ട്സ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, ഫുള്ളി ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ വിളിച്ചോ, നിങ്ങൾക്ക് ചോദിക്കാൻ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ യഥാവിധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.